السلام عليكم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹുവിനോട് പങ്കുചേർത്തവർ തങ്ങൾ പങ്കുചേർത്ത പങ്കാളികളെ കണ്ടാൽ പരലോകത്ത് അവർ പറയും, ഞങ്ങളുടെ റബ്ബേ, ഇതാ ഇക്കൂട്ടരത്ര നിനക്ക് പുറമെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഞങ്ങളുടെ പങ്കാളികൾ. അപ്പോൾ ആ പങ്കാളികൾ നിശ്ചയമായും നിങ്ങൾ വ്യാജം പറയുന്നവർ തന്നെയാണ് എന്നുള്ള വാക്ക് അവരുടെ നേരെ ഇട്ടുകൊടുക്കും. അള്ളാഹുവിൻ്റെ അധികാരാവകാശങ്ങളിൽപ്പെട്ട വല്ലതിനും അവനോട് പങ്കുചേർത്തുകൊണ്ട് ആരാധിക്കപ്പെട്ടാവുന്ന എല്ലാ വസ്തുക്കളെയും, അത് വിഗ്രഹങ്ങളോ മനുഷ്യരോ മലക്കുകളോ മറ്റോ ആവട്ടെ, ഉദ്ദേശിച്ചാണ് ഇവിടെ ശുറക്കാവ് അഥവാ പങ്കാളികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആരും തന്നെ അവരുടെ ആരാധകന്മാരെ സഹായിക്കുകയോ രക്ഷിക്കുകയോ ഇല്ലെന്ന് മാത്രമല്ല, അവർ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അവർക്ക് എതിരായിത്തീരുകയും ചെയ്യും. ഞങ്ങളെ ആരാധിക്കാൻ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെട്ടില്ല, ഞങ്ങളതിന് തൃപ്തിപ്പെട്ടുമില്ല, നിങ്ങൾ കളവ് പറയുകയാണ് എന്നൊക്കെ ആയിരിക്കും അവർ പറയുക. ഈ വിഷയം സൂറത്ത് മറിയമിൽ അല്ലാഹു പറയുന്നു, തങ്ങൾക്ക് ഒരു സഹായശക്തി ആയി തീരാൻ വേണ്ടി അവർ അള്ളാഹുവിന് പുറമെ ചില ആരാധ്യന്മാരെ സ്വീകരിച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല, ഇവരുടെ ആരാധനയെ ആരെയാണോ ആരാധിച്ചത് അവർ നിഷേധിക്കുകയും അവർ എതിരായിത്തീരുകയും ചെയ്യുകയാണ്. അങ്ങനെ തങ്ങളെ രക്ഷിക്കുമെന്ന് അവർ കരുതിയുന്ന ആ ദൈവങ്ങൾക്ക് അവർക്ക് ഉപകരിക്കാതാകുമ്പോൾ അവർ അള്ളാഹുവിന് വിനയപൂർവ്വം കീഴൊതുങ്ങുകയും ചെയ്യും. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.